രണ്ട് അത്ഭുതങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ഹിസ്റ്ററി പഠിപ്പിച്ച ഹരിസാർ ആയതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് അറിയാമായിരിക്കും അല്ലേ? എന്തൊക്കെയാണ് ചൈനയിലെ അത്ഭുതങ്ങൾ? ഉറക്കെ പറയൂ. മറന്നുപോയോ ഹിസ്റ്ററിയൊക്കെ? ചൈന വൻമതില കണ്ടോ? കണക്ക് സാധനമാണ് നന്നായിട്ട് അറിയാവുന്നത്. കാരണം നീളവും വീതി ഉയരവും ഒക്കെ കണക്ക് കൂട്ടുന്നത് കണക്കിലാണ്. ചൈന വൻമതിലാണ് ഒന്ന് ഏതാണ്? ചൈനയിലെ ദ ഗ്രേറ്റ് ബെൽ ഓഫ് ചൈന. ഒരു മണിയുണ്ട്, കേട്ടിട്ടുണ്ടോ? ചൈനയിൽ ഒരു മണിയുണ്ട്, ലോക പ്രശസ്തമായ ദ ഗ്രേറ്റ് ബെൽ ഓഫ് ചൈന. ഷിയാങ് എന്ന് പറയുന്ന രാജകുടുംബത്തിൽ ഏതാണ്ട് 1400 BC ബുദ്ധിസ്റ്റുകളായിരുന്നു നമ്മുടെ കൂടുതൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് രാജാവ് ഒരു ഓർഡർ എടുക്കുകയാണ്, ലോകത്തെങ്ങുമില്ലാത്ത ശബ്ദം ഉണ്ടാക്കുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണി ഉണ്ടാക്കണം. അവിടുത്തെ പ്രശസ്തനായിട്ടുള്ള ശില്പിയെ വിളിച്ചു. ശില്പി കേൾക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ചൈനയിലെ ഒരു ജോലി ഏൽപ്പിച്ചാൽ ഏറ്റില്ലെങ്കിൽ ഇന്നും ശിക്ഷയുണ്ട്. വേറെ ശിക്ഷയൊന്നുമല്ല, അവരുടെ ഏതുകൊണ്ടാണോ ജോലി ചെയ്യേണ്ടത് ആ ഭാഗം വെട്ടിക്കളയും. ശില്പി ഏറ്റു. അദ്ദേഹം മണി ഉണ്ടാക്കി. ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നറിയാം? ബ്രോൺസ് ആണ്. ബ്രോൺസ് ഉരുക്കിയിട്ട് അത് മ്യൂസിയത്തിലേക്ക് ഒഴിച്ച് അതിനെ തണുപ്പിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. വളരെ വലിയൊരു മണി ഉണ്ടാക്കി വലിയ വണ്ടിയിൽ കയറ്റി രാജാവിന്റെ അടുത്ത് കൊണ്ടുവന്നു. മണിയടിക്കാൻ പറഞ്ഞു. രാജാവ് ആ ശബ്ദം ഇഷ്ടപ്പെട്ടില്ല. ഇത് കൊണ്ടുപോകും, ഇത് വേറെ വേണ്ട, ഇത് വേണ്ട എന്ന് പറഞ്ഞു. വീണ്ടും ഇദ്ദേഹം ഉണ്ടാക്കി, അതും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ രാജാവ് ഇനിയത്തെ ശിക്ഷ അയാളുടെ കൈ വെട്ടുക, തല വെട്ടുക. വളരെ ദുഃഖത്തോടു കൂടിയിട്ട് ഈ ശില്പി വീട്ടിൽ വന്നിരിക്കുമ്പോൾ മകൾ, സുന്ദരിയായ മകൾ. ചൈനയിലെ സൗന്ദര്യം എവിടെയാണ് നോക്കുന്നത് അറിയാമോ? നമ്മളൊക്കെ പെൺകുട്ടികളുടെ സൗന്ദര്യം നോക്കുന്നത് എവിടെയാണ്? മുഖത്താണ് അല്ലേ? ഇരിക്കുന്നവരെല്ലാം സുന്ദരിമാരാണെന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയും. പക്ഷെ ചൈനയിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ചൈനയിൽ സുന്ദരിയാണോ എന്നറിയണമെങ്കിൽ അവരുടെ കാല് കാണണം, പാദം കാണണം. അപ്പോൾ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ മുതലേ ഈ പാദത്തിനെ സൗന്ദര്യമുള്ളതാക്കി തീർക്കുവാനായിട്ട് ചൈനക്കാർ ശ്രമിക്കും. ആ പാദമാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. അപ്പോൾ തൻ്റെ മകൾ 16 വയസ്സുള്ള പെൺകുട്ടി വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ നിരാശപ്പെടരുത്, ഞാൻ തീർച്ചയായിട്ടും അച്ഛനെ സഹായിക്കാം. അച്ഛൻ അതിൻ്റെ പണി തുടങ്ങിക്കോളൂ. ഇന്നേക്ക് 7-ാം ദിവസം ആ മണി പൂർത്തിയാകുമ്പോൾ ലോകത്തിന്നേ വരെ കണ്ടിട്ടില്ലാത്ത, ലോകം